സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി കെ രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ബ്രിക്സ് വേദിയിലേക്ക് ഇറാൻ പങ്കെടുക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. സാർ, ഇറാൻ ബ്രിക്സ് വേദിയിലേക്ക് വരികയാണെങ്കിൽ നാറ്റോയ്ക്ക് ഒപ്പം തന്നെ മറ്റൊരു സംഘമായിട്ട് ഈ ബ്രിക്സ് കൂട്ടായ്മ മാറുകയാണോ? ഇറാൻ വരുന്നതിനകത്തുള്ള ലോക പൊളിറ്റിക്സ് എന്താണ്? നമ്മളെ ഒരു പഴയ കാലത്തൊരു നാട്ടുചൊല്ലുണ്ടായിരുന്നല്ലോ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് പറയുമായിരുന്നു അല്ലേ? അങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നവരാരെന്നുണ്ടെങ്കിൽ അവരെ അതേ നാണയത്തിൽ തന്നെ നേരിടണം നമ്മൾ. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രിക്സ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്ത. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് അടുത്ത മാസം സെപ്റ്റംബറിൽ ഡൽഹി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിട്ട് ഇറാൻ പ്രസിഡന്റ് തന്നെ വരുന്നു. മസൂദ് പെഷസ്കിയാൻ തന്നെ വരുന്നു എന്നാണ് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം വന്ന കൺഫേംഡ് വാർത്തയാണ്. അത് ഔദ്യോഗിക പ്രഖ്യാപനവുമാണ്. ഇറാൻ ഇപ്പോഴത്തെ ലോക സാഹചര്യം നമുക്കറിയാവുന്നത് പോലെ തന്നെ അവരെ യുദ്ധത്തിന്റെ നടുക്ക് നിൽക്കുകയാണ്, യുദ്ധമധ്യത്തിലാണ്. ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ ഒക്ടോബർ തെരഞ്ഞെടുപ്പ് നവംബറിലാണ്, അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇറാനോട് യുദ്ധം ചെയ്യുകയാണ്. അവരവരോട് പിടിച്ചു നീക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ഈ ഏതാണ്ട് 6 മാസമാകാൻ പോകുന്നവർ പിടിച്ചു നീക്കുകയാണ്. അങ്ങനെ സന്നിഗ്ധമായ ഈ ഘട്ടത്തിൽ അവര് സാമ്പത്തികപരമായിട്ടും സൈനികപരമായിട്ടും അവർക്ക് ഒരുപാട് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഇറാന്. സംഭവം ശരിയാണ്, എണ്ണയുണ്ട്, ഇഷ്ടംപോലെ കരുതൽ ശേഖരം അവരുടെയിലുണ്ട്, ഇഷ്ടം പോലെ എണ്ണ അവരുടെയിലുണ്ട്. അത് വിറ്റാല് ഒരു മാസത്തെ എണ്ണ വിറ്റാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ വിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ ഹോർമുസിൽ ഈ സംഘർഷം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കൊണ്ടും അമേരിക്കൻ പടക്കപ്പലുകളെല്ലാം അവിടെ കൊണ്ടിട്ട് പിന്നെ അതിലെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് കൊണ്ടും വളരെ രാഷ്ട്രീയം ഒരുപാട് സംഘർഷ സാധ്യതയാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ കേട്ട വാർത്ത, അവിടെ കാവൽ കിടന്ന എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കൻ പടക്കപ്പലിനെ തിരിച്ചു കൊണ്ടുപോയിന്നാണ് കേൾക്കുന്നത്. തിരിച്ച് വീണ്ടും അമേരിക്കയിലേക്ക് കൊണ്ടുപോയിന്നാണ് കേൾക്കുന്നത്. എങ്കിൽ പോലും സംഘർഷം ഒഴിയുന്നില്ല. ഏത് നിമിഷവും ടെൻഷൻ ഉണ്ടാകാവുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇറാന്റെ സാഹചര്യം നോക്കുക. ഇറാനിൽ അവരുടെ പരമോന്നത നേതാവ് അയാത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകന്റെ ഒരു പക്ഷെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് ഇപ്പോഴും. അത്തരം റിപ്പോർട്ടുകളാണ് വരുന്നത്. പിന്നെ അവിടെ ഇപ്പം ശരിക്കും അവിടെ യുദ്ധം നടത്തുന്നത് IRGC ആണ്, ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് അവിടെ ശരിക്കും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് രാജ്യത്തിന്റെ പ്രസിഡന്റ് ബ്രിക്സിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. അതാണ് അത് ലോക സാഹചര്യം വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കുന്നതിനായിട്ട്. അപ്പൊ അദ്ദേഹം വരാൻ സമ്മതിച്ചു. ഇതുവരെ അങ്ങനെ വലിയ രാജ്യം വിട്ടു പോയിട്ടുമില്ല. ഇസ്ലാമാബാദിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ പോലും ഇറാൻ പ്രസിഡന്റ് പങ്കെടുത്തിരുന്നില്ല. പക്ഷെ അദ്ദേഹം വരികയാണ് ബ്രിക്സിന്റെ, നമ്മുടെ ഇന്ത്യയുടെ ക്ഷണം അനുസരിച്ച് വരുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പറഞ്ഞ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്നൊരു ഏർപ്പാടിനെ കുറിച്ച് പറയാൻ കാര്യം അതുകൊണ്ടാണ്. ബ്രിക്സ് രാജ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആദ്യം 4 രാജ്യങ്ങളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ ബ്രിക്സ് എന്നുള്ള പേര് അതിന് വന്നത്. പിന്നീട് ഇപ്പൊ 11 രാജ്യങ്ങളുണ്ട്. 11 രാജ്യങ്ങൾ ബ്രിക്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇറാനുണ്ട്, ഈജിപ്ത്, പിന്നെ സൗദി അറേബ്യ അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പുതിയ രാജ്യങ്ങൾ അതിനകത്ത് വന്നു. അങ്ങനെ 11 പെർമനന്റ് മെമ്പേഴ്സ് ആണ് അതിനകത്തിലുള്ളത്. അപ്പൊ നമ്മളാണ് ഇപ്രാവശ്യം ഹോസ്റ്റ് ചെയ്യുന്നത്, നമ്മളാണ് അതിനെ ആതിഥ്യം വഹിക്കുന്നത്, ആതിഥേയന്മാരാകുന്നത്. ഇവിടത്തേക്ക് വരാനാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞതില്ലേ, ആ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഡബിൾ ഗെയിമാണ് നമ്മൾ ഇതിനകത്ത് കളിക്കുന്നത്. ഇവരെന്തുകൊണ്ടാണ് ഇതിനിടയ്ക്ക് അയ്യപ്പ ഹസനോട് ചോദിച്ചില്ലേ, ഇവിടെ ഒരു നാറ്റോ സഖ്യം, മറ്റൊരു നാറ്റോ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ആരൊക്കെ തമ്മിലാണ് ഉണ്ടായത്? പാകിസ്ഥാൻ മധ്യത്തിൽ നിന്നുകൊണ്ട് തുർക്കിയെ, പഴയ കൂട്ടുകാരനാണ്, 2 കള്ളന്മാര് തമ്മിൽ ചേരുകയാണ്. പഴയ തുർക്കിയെ എടുത്തൊരു തോളെ വെച്ചു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയെ ഒരാവശ്യവും ഇല്ലാതെ സമ്പന്നമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യത്തിനെയും കൂടെ പിടിച്ച് അവരുടെ തോളനകത്ത് ഇട്ടു. അത് മറ്റൊരു ഉദ്ദേശമാണ്. സൗദി അറേബ്യ ശരിക്കും പെട്ടുപോയതാണല്ലേ സാർ? സൗദി അറേബ്യ പെടുത്തിയതാണല്ലേ? അതിൽ കൂടെ പെട്ടുപോയതാണ്. നമ്മൾ പറയത്തില്ലേ, പണ്ടൊക്കെ ഷാപ്പിലൊക്കെ കള്ളു കുടിക്കാൻ പോകുമ്പോഴേ കാശുള്ളവനെ വിളിച്ചോണ്ട് പോകും. ഇയാൾ കൊള്ളാവുന്നവനാണ്, അവനെ പ്രകീർത്തിക്കുക, എന്നിട്ട് കാശ്
കൊടുക്കാൻ നേരത്തെ പറയും ഇയാൾ കാശ് കൊടുത്തേക്കാൻ പറയും, അല്ലേ? എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്കാണ് സൗദി അറേബ്യ ചെന്ന് വന്ന് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് വിട്ടുപോയിരിക്കുകയാണ്. അവരുടെ സമ്പന്നതയുണ്ട്, പണമുണ്ട് ധാരാളമായിട്ട്. മറ്റേ രണ്ട് വിദ്വാന്മാരുടെ എന്തെല്ലാമാണുള്ളത്? ഒരുത്തന്റെ കുറച്ച് ആയുധങ്ങളുണ്ട്, തുർക്കിയുടെ കുറച്ച് ആയുധങ്ങളുണ്ട്, ഡ്രോൺ അടക്കമുള്ള കുറച്ച് ആയുധങ്ങളുണ്ട്. പാകിസ്ഥാനിലാണ് കുറച്ച് ഭീകരരും ഉണ്ട്, ഭീകരരും സൈനിക വേഷത്തിലുള്ള കുറച്ച് ഭീകരന്മാരും ഉണ്ട്. ഇതാണ് അവരുടെ രണ്ടുപേരുടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഇവർ ഈ പറയുന്നത് ഇസ്ലാമിക നാറ്റോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്ലാമിക നാറ്റോ പ്രകാരമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ അംഗരാജ്യത്തെ ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ ഭീകരര് ഒരു സമ്പാദ്യമൊന്നുമല്ല, ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ്. ഭീകരർ സാർ പറഞ്ഞതിന്റെ ഒരു ടോൺ അനുസരിച്ച് ഞാനൊന്ന് അറിയാതെ ചിരിച്ചു പോയതാ. സമ്പാദ്യമാണ് ഈ പ്ലാസേ, സമ്പാദ്യ ആണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അമിത്ഷാ പണി കൊടുത്തത് കണ്ടില്ലേ? അമിത്ഷാ 253 എണ്ണത്തിന് പണി കൊടുത്തത് കണ്ടില്ലേ? ISIയുടെയും ലഷ്കർ എ തോയ്ബയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭീകര റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള ഷഹ്സാദി ഭാട്ടിയുടെ 253 എണ്ണത്തിനെയാണ് ഇന്ത്യയിൽ നിന്ന് പൊക്കിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഇന്ത്യ മഹാരാജ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ നിന്ന് 14, അതിനകത്ത് കേരളമുണ്ട് കേട്ടോ, നമ്മുടെ പ്രബുദ്ധ കേരളമുണ്ട് അതിനകത്തില്. പാകിസ്ഥാൻ ചാരനെ പൊക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. 2 എണ്ണത്തിനെ പൊക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി എവിടെ നിന്നാണ് പിടിച്ചേക്കുന്നുള്ളത് മാത്രം, ഇത് ആരാണെന്നുള്ളത് മാത്രം വെളിവായാൽ മതി. 2 എണ്ണത്തിനെ NIA പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. അതെ, പറഞ്ഞോളൂ സാർ. സാർ നാറ്റോയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതെ, നാറ്റോയെ കുറിച്ച് പറഞ്ഞു വന്നു. പിന്നെ സൗദിയെക്കുറിച്ച്, സൗദി ഉൾപ്പെടെയുള്ള ആ പുതിയ കൂട്ടുകെട്ടിനെ പറഞ്ഞു സാർ. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് കയറിയത്. പറഞ്ഞോളൂ സാർ. അപ്പൊ ഇവരുടെയൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂലിത്തല്ലുകാരെ വിട്ടുകൊടുക്കുക എന്നുള്ള പണിയാണെന്നുള്ളത് അതിന്റെ ഒരു ഭാഗമായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് പൊട്ടിക്കാനെന്നാണ് വെച്ചിരുന്നത്, അല്ലേ? എന്തെല്ലാം ഗ്രനേഡുകളും ബോംബുകളും, അതേപോലെ തന്നെ നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലെല്ലാം CCTV ക്യാമറയും വെച്ചിരുന്നു. അതായത് അത് പൊട്ടിക്കുന്ന അഭിമാന നിമിഷമാണല്ലോ ഇവന്മാർക്കുള്ളത്. അത് മറ്റേ ഭീകരന്മാരെ കൊണ്ട് കാണിക്കുന്നതിനായിട്ട്, പാകിസ്ഥാന്റെയോ തുർക്കിയുടെ നേതാക്കന്മാരെ കാണിക്കാനായിരിക്കും. അതിനുവേണ്ടി ക്യാമറ വരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവന്മാരെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അന്ന് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവന്മാര് ഈ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക നാറ്റോ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞപ്പോ ഇന്ത്യക്കെതിരെ ഇനിയിപ്പോ എന്തും കയറി നമ്മൾ പറയുന്നില്ല, മലയാള ഭാഷയിൽ പറഞ്ഞ ചൊറിയാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിലെ മറുപണി നമുക്കറിയാമല്ലോ. നമ്മൾ പറഞ്ഞില്ലേ, ഇതിനെ നീന്ത് പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ പഴയ പഴഞ്ചൊല്ല് പോലെ തന്നെ നമുക്കറിയാമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ബ്രിക്സിന്റെ സമ്മേളനത്തില് ബ്രിക്സിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം 2 കൈ നീട്ടി ആ ക്ഷണം സ്വീകരിച്ചു. വളരെ മാന്യനായ രാഷ്ട്രീയ ബോധമാണ് കേട്ടോ. അത് ഒരു സർജനാണ്, ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹം, ഒരു സർജൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ വളരെ ഇതായിട്ടുള്ള, വളരെ പ്രോഗ്രസീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് ഇറാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പെഷസ്കിയാൻ എന്ന് പറയുന്നത്. അദ്ദേഹം വരാൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ഇതിന് നമ്മളെ ലോക സാഹചര്യങ്ങളെ ഒന്നുകൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പാകിസ്ഥാൻ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് അവരുടെ ഉള്ളില് ഓപ്പറേഷൻ സിന്ദൂറിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊരു മനസ്ഥിതി ഇപ്പൊ പാകിസ്ഥാന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൈനിക വിഭാഗത്തിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ അവിടുത്തെയുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലും ഒക്കെ ഇങ്ങനെ ചെറിയ അവരുടെ ഉള്ളിൽ ആ വൈരാഗ്യം തീരത്തില്ലല്ലോ. നമ്മുടെ ഒന്ന് കൊടുത്ത അടിക്ക് പറഞ്ഞില്ലേ, നടുവൊടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും വൈരാഗ്യ ബുദ്ധി ഇപ്പോഴും തീർന്നിട്ടില്ല. ചില പാമ്പിനെയൊക്കെ അങ്ങനെയാണല്ലോ, തല്ലി കൊന്നു കഴിഞ്ഞാലും വാല് കിടന്ന് അനങ്ങുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും വാല് കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മള് ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ചില തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയെ എങ്ങനെ ഏതെല്ലാം രീതി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്ന ഒരു സംഭവം പാകിസ്ഥാൻ തട്ടിക്കൂട്ടിയെടുത്തെന്ന് തോന്നുന്നു. അല്ലാതെ അവർക്കിപ്പോ നാട് നന്നാക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തൊക്കിയുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയിട്ട് എന്ത് സാധിക്കാനാണ് ഇവിടെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒരു പ്രശ്നങ്ങളുമില്ല. ഇഷ്ടം പോലെ ആള് വർത്തവും കാര്യങ്ങളും ഉണ്ട്. ആരെ ഞങ്ങൾ കൂലിത്തല്ലുകാരെ തരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അവരുടെ ലക്ഷ്യം ഇന്ത്യ തന്നെയായിരുന്നു. ഇന്ത്യക്ക് നേരെ തന്നെ തിരിയാനുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ്. അതിന് തുർക്കി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെയും കിട്ടിയിട്ടുണ്ട്. പണത്തിന് ക്ഷാമം വരികയാണെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് എടുക്കാം. അപ്പൊ സൗദിക്ക് പറ്റി കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പെട്ടുപോയെന്ന് പറഞ്ഞാൽ അമേരിക്കൻ സഖ്യത്തിന്റെ ഭാഗമായി നിന്നതിന്റെ പേരിൽ അവർ അടികൊണ്ടുപോയ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ചെറിയ അരക്ഷിതത്വം ഉണ്ട്. എങ്ങനെ ഇനി അമേരിക്കൻ സംരക്ഷണത്തിൽ കഴിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുതിയ കൂട്ടുകക്ഷിയെ പിടിച്ചേക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒറിജിനൽ നാറ്റോയിലെ അംഗമായ തുർക്കിയുമായിട്ടൊരു കമ്പനി അടിക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കാം സൗദി അറേബ്യനകത്ത് ചെന്ന് പൊട്ടുപോയിരിക്കുന്നത്. പക്ഷെ സൗദിയും വരുന്നുണ്ടെന്നാണ് കേട്ടോ. ഇപ്പം സൗദിയുടെ കൺഫർമേഷൻ വന്നിട്ടില്ല. അവരും നമ്മുടെ ബ്രിക്സിൽ പെട്ടതാണ്. അതുമല്ല ഇന്ത്യയുമായിട്ട് ഒരുപാട് കരാറുകളും
ഒരുപാട് വാണിജ്യ പിന്നെ ഊർജ മേഖലകളില് ഒരുപാട് ബന്ധങ്ങളുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അവര് ഉം. മറ്റ് ഈ പാകിസ്ഥാനും തുർക്കിയും കാണിക്കുന്ന പണിക്കൊന്നും അവർ പോകത്തില്ലെങ്കിലും നമ്മളുകൊണ്ട് വളരെ സൗഹൃദമുള്ള രാജ്യമാണ്. അവരും വരുന്നുണ്ട്. അവരും വരുമെന്നാണ് ഇപ്പൊ കഴിഞ്ഞ കൺഫേംഡ് ആയിട്ടില്ല, കൺഫർമേഷൻ കിട്ടാത്ത റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം ഒരു പക്ഷെങ്കിൽ പെഷസ്കിയാന്റെ ആ ഇന്ത്യയിലേക്കുള്ള ഒരു വരവ് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആകും. ഒരു പക്ഷെങ്കിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യും. ഇറാൻ പലതവണ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, റഷ്യ പലതവണ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഈ യുദ്ധം തീർക്കണമെന്നുണ്ടെങ്കിൽ, പശ്ചിമേഷ്യയിൽ ഇപ്പൊ നടക്കുന്ന ഇസ്രായേൽ അമേരിക്ക ഇറാൻ സംഘർഷം തീർക്കണമെന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം വിചാരിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം. മറ്റേ ഇവരുടെ പ്രസിഡന്റും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. റഷ്യയുമായിട്ടുള്ള സെലൻസ്കി തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെലൻസ്കിയും പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങളുമായിട്ടുള്ള പ്രശ്നം തീർക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് വേറൊരു ലോക സാഹചര്യത്തിലായതുകൊണ്ടും അമേരിക്ക അതിന്റെ പുറകിൽ നിന്ന് ഫൈനാൻസ് ചെയ്യുന്നത് കൊണ്ടുമാണ് ആ യുദ്ധം തീരാതെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പക്ഷെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നല്ല ഒരു അവസാന വാക്ക് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉക്രൈന്റെ സെലൻസ്കി അദ്ദേഹമല്ലേ പറഞ്ഞത് സാർ? അതെ, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ സംബന്ധിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ആ യുദ്ധത്തിനകത്ത് വേറൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ തീർക്കാൻ പറ്റും. ഇവിടെ ഒരു പക്ഷെങ്കിൽ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്കും ഇറാൻ പ്രസിഡന്റുമായിട്ട് നടക്കുന്ന ചർച്ചകൾ, അതിനകത്ത് അത്തരം ചില വാർത്തകൾ ചർച്ചകൾ ഉണ്ടാകുമെന്ന് കൺഫർമേഷൻ അല്ലാത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പക്ഷെങ്കിൽ പശ്ചിമേഷ്യ സംഘർഷത്തിന് ഒരു ശാശ്വത പരിഹാരം. കാരണം ഇപ്പൊ രണ്ടുപേർക്കും സമാധാനം വേണം. ഇപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം കൂടെ ഉള്ളൂ. പിന്നെ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പാണ് അവിടെ. ഒക്ടോബറിൽ അദ്ദേഹത്തിന്റെ ഭാവി എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ വളരെ നെഗറ്റീവ്സ് ആണ്, ഒരുപാട് നെഗറ്റീവ്സ് അദ്ദേഹത്തിന്റെ പേരിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ സ്ഥാനം തെറിച്ചാൽ എന്ത് ചെയ്യും? സ്ഥാനം തെറിച്ചാൽ അമേരിക്കയിൽ പോയി കൂടി അവിടെ കാണാൻ നാട് വിട്ടുകൂടി അവിടെ കാണാൻ പോയി പാത്തിരിക്കാനേ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അതേപോലെ തന്നെ അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അവിടെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 30% ട്രാൻസ്പോർട്ടിംഗ് രംഗത്തുണ്ടായ വർധന വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. എണ്ണവില ക്രമാതീതമായിട്ട് കയറിയത് കൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്ക നേരിടുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് തീർക്കേണ്ട ഒരു ബാധ്യത ഇവർക്ക് രണ്ടുപേർക്കും, ഇസ്രായേലിനും അമേരിക്കയ്ക്കും വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനും ട്രംപിനും ഇത് യുദ്ധം തീർക്കേണ്ട ഒരു സാധ്യതയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇറാൻ പ്രസിഡന്റിന്റെ വരവ് ഇന്ത്യയെ ഒരു മധ്യസ്ഥ റോളിലാക്കിക്കൊണ്ട് ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തി, ഒരു ശാശ്വതമായ പരിസമാപ്തിയിലേക്ക് തൽക്കാലം തീരാനാണ് സാധ്യത. പിന്നെ ആണവായുധമൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്കല് ഇപ്പം കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നത് ഞാൻ നിങ്ങള് ഇതിന്നുണ്ടെങ്കിൽ ഒമാനിയൊക്കെ കയറി ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഒന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. വെറുതെ അദ്ദേഹം വീമ്പ് പറച്ച് നടത്തുന്നുള്ളതേ ഉള്ളൂ. എണ്ണവില കുറഞ്ഞു വരികയാണ്. പക്ഷെ നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് പാകിസ്ഥാനെ തന്നെയാണ്. ഈ ഭീകരന്മാര് കേരളത്തിൽ നിന്ന് അടക്കമാണ്, ഇന്ത്യയിലെ UP-യിലാണ് കേട്ടോ. രണ്ടാമത് ഈ സംഘത്തിന് പിടിച്ചിരിക്കുന്ന എണ്ണം കൂടുതൽ UP എന്നാണ് പിടിച്ചിരിക്കുന്നത്, ഡൽഹിയില്, അതേപോലെ രാജസ്ഥാന്. ഇവിടെ നിന്നൊക്കെയാണ് ഇവന്മാരെ ഇന്ത്യക്കകത്ത് കയറി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവന്മാരെ തൂത്തെറിയണം. അതിന് നമുക്ക് ചെയ്യാവുന്ന പണി നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ബലൂചിസ്ഥാനിൽ നിന്ന് വാർത്തകൾ കണ്ടില്ലേ? ബലൂചിസ്ഥാൻ ഏത് സമയത്തും അറിയാമെന്നാണ് തോന്നുന്നത്. ഒരുപാട് അജ്ഞാതന്മാർ അവിടെ കളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അജിത് ഡോവലിന്റെ ഒരു പേരങ്ങനെയാണല്ലോ. അജിത് ഡോവലിന്റെ പേര് അജ്ഞാതൻ എന്നാണ്. ഏതൊക്കെ രാജ്യങ്ങളില് ചിലരൊക്കെ അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഓരോരോ പാകിസ്ഥാൻ ഭീകരന്മാര് കൊല്ലപ്പെടുന്ന സമയത്ത് അജ്ഞാതൻ വെടിവെച്ച് കൊന്നു, അജ്ഞാതൻ തട്ടിക്കളഞ്ഞു, അല്ലെങ്കിൽ ഹോട്ടലില് അവൻ കഴിച്ച ഭക്ഷണത്തിനകത്ത് ആരും അജ്ഞാതൻ വിഷം കലർത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വാർത്തകൾ വരുന്നത്. ഈ അജ്ഞാതന്റെ പുറകിൽ ആരാണെന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ നമുക്കറിയാം ഡോവലിന്റെ ബുദ്ധി ഇതിനകത്ത് നിന്നാണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി കണ്ണും പറഞ്ഞില്ലേ, 24 മണിക്കൂറും കാവലിരിക്കുന്ന ആ ചെറിയ മനുഷ്യൻ. അപ്പൊ ബലൂചിസ്ഥാനിലെ ഇപ്പൊ പുതിയ സമരമുഖം നമ്മൾ തുറന്നിരിക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം കൂടാണ് അതിനകത്ത് പറഞ്ഞല്ലോ. പാകിസ്ഥാനെ ഇതായിട്ട് കാണുന്ന ആളുകൾ എല്ലാവരും കൂടെ തന്നെയാണ്. പാകിസ്ഥാൻ അവരുടെ ബലൂച്ച് ആർമിയുടെ ഇന്നലെ വന്ന റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ 28ഓളം അവരുടെ സൈനിക ചാര മേധാവികളെ അവർ വധിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ഏത് നിമിഷവും മോചിക്കപ്പെടാം.
ഇപ്പൊ അവരുടെ അവകാശവാദ പ്രകാരം ഏതാണ്ട് ആ ബലൂചിസ്ഥാന്റെ 85% പ്രദേശങ്ങളിലും അവരുടെ കസ്റ്റഡിയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബലൂജ് ആർമിയുടേതായി കഴിഞ്ഞു. ഏത് നിമിഷവും ഭരണം അട്ടിമറിക്കപ്പെടാം. ഒരു പക്ഷെങ്കിൽ ഈ ആഴ്ച തന്നെ 10 ദിവസത്തേക്ക് ആ വാർത്ത ഉണ്ടാകാമെന്നാണ് പറഞ്ഞത്. ബലൂജ് ഭരണം അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് ഈ ആർമി അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളുടെ രാജ്യം സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആർമിയുടെ കയ്യിലേക്ക് അതിന്റെ ഭരണം പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇവന് കൊടുക്കാവുന്ന പണി. POKയിലെ പ്രശ്നം നമുക്കറിയാമല്ലോ. പിന്നെ POKയിലും വലിയ ടെൻഷനാണ്. അവിടെയും ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. പക്ഷെ വലിയ ടെൻഷൻ നിലനിൽക്കുകയാണ്. ഏത് സമയത്തും എന്ത് സംഭവിക്കാം. ഇപ്പുറത്തെ പാകിസ്ഥാൻ തണൽ കൊടുക്കുന്ന മറ്റൊരു രാജ്യമാണെങ്കിൽ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലും അങ്ങനെയാണ്. ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാമെങ്കിൽ മാത്രമേ സഹകരിക്കത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും എണ്ണയും പെട്രോളിനുമായിട്ട് നമ്മുടെ നേരെ ഇപ്പോഴും യാചിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. ഒരു പക്ഷെങ്കിൽ ഇറാൻ പ്രസിഡന്റ് സന്ദർശനത്തോടുകൂടി ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമാകും. അതോടൊപ്പം തന്നെയാണ് ഈ എണ്ണയുടെ സപ്ലൈ, നമ്മുടെ ക്രൂഡിന്റെ സപ്ലൈയുടെ കാര്യത്തിൽ. ഇറാനെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 5-6 മാസമായിട്ട് അവരുടെ ക്രൂഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. വലിയ ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. അവരുടെ എണ്ണ ഇപ്പൊ അത്യാവശ്യം കുറച്ച് ചൈനയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് അല്ലാതെ ബുദ്ധിമുട്ടാണ്. ഹോർമുസ് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവരുടെ സാമ്പത്തികമായിട്ട് അവരുടെ നട്ടല് തകർന്ന് കിടക്കുകയാണ്. ഏതായാലും സാർ നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ബ്രിക്സിൽ ഇറാൻ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൗദിയും പങ്കെടുക്കും എന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ചിലപ്പോൾ ഇന്ത്യ തന്നെ ഒരു സമാധാന നിർദ്ദേശം ഉണ്ടാക്കുമെന്ന് നമുക്ക് കരുതാം, അല്ലെ? തീർച്ചയായിട്ടും അവരെ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇറാൻ പ്രസിഡന്റ് ഈ സന്നിഗ്ധാവസ്ഥയില് രാജ്യം ഇത്രയും വലിയ ക്രൈസിസ് നിൽക്കുന്ന അവസരത്തിൽ ബ്രിക്സിൽ പങ്കെടുക്കാൻ വരികയില്ല. പ്രത്യേകിച്ച് ഇന്ത്യ ആയതുകൊണ്ടാണ്. ഇന്ത്യയോടാണ് നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ അല്ലാതെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലെ ലോക നേതാവിനല്ലാതെ യുദ്ധത്തിന് ശാശ്വതമായിട്ട്, കാരണം എല്ലാവരോടും സംസാരിക്കാനുള്ള കഴിവ് നമ്മുടെ പ്രധാനമന്ത്രിക്കേ ഉള്ളൂ. ഇപ്പൊ ട്രംപിനോടും പറയാൻ പറ്റും, അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനോടും പറയാൻ പറ്റും. രണ്ടുപേരോടും പറയാൻ പറ്റുന്ന ഒരു ലോക നേതാവ്, ഒരു പക്ഷെങ്കിൽ മാന്യമായ ഒരു ഒത്തുതീർപ്പ്, അതിനും പറ്റുന്നത് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ ഈ ഒരു വരവ് അതിനായിരിക്കാം എന്ന ഒരു സദുദ്ദേശം ഉണ്ടാകും നമുക്ക് കരുതാം. എന്തായാലും അതിന്റെ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് തുടർന്ന് ഇരിക്കാം സാർ. താങ്ക് യു.